ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇൻട്രാഡേയിൽ 2%, ക്ലോസിംഗ് ബേസിൽ 1.19% ഉയർന്ന് 4825 ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.14, 52 വീക്ക് ഹൈ 5674. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ റാലി വന്നതിന് പിന്നിലെ പ്രധാന കാരണം LCA എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള എൻജിൻ സപ്ലൈയുമായി ബന്ധപ്പെട്ട ഡിലേ പരിഹരിക്കുന്നതിനു വേണ്ടി രാജ്നാഥ് സിംഗ് അമേരിക്കയിലേക്ക് പോവുകയും അമേരിക്കയുടെ സെക്യൂരിറ്റി ഓഫ് സപ്ലൈസ് എഗ്രിമെൻറ്റുമായി ചേർന്ന് ചില ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സിന് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 16 ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ 16 തേജസ് എയർക്രാഫ്റ്റും 2029 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 83 LCA എയർക്രാഫ്റ്റും സപ്ലൈ ചെയ്യും എന്നായിരുന്നു ഓർഡർ. പക്ഷേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ജനറൽ ഇലക്ട്രിക്സ് എന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്നും തേജസ് എയർക്രാഫ്റ്റിന് ആവശ്യമായ എൻജിൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ പ്രോജക്റ്റ് ഡിലേ ആവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൺസേണുകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്നാഥ് സിംഗ് അമേരിക്കയിലേക്ക് പോയത്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്നത്തെ ദിവസം സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് റീസെൻ്റ്ലി 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. കൂടാതെ സ്റ്റോക്കിൽ ബുള്ളിഷ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻവേർട്ടഡ് ഹാമർ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ വരികയും RSI അട്രാക്റ്റീവ് ലെവലിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് അനലിസ്റ്റുകൾ 5010, 5410 തുടങ്ങിയ ടാർഗറ്റുകളാണ് നൽകുന്നത്. 4450 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിൽ മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ഭാരത് ഫോർജ് ലിമിറ്റഡ് ആണ്. ഇന്ന് ഭാരത് ഫോർജ് 0.29% ഇടിഞ്ഞ് 1616 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും ചെറിയ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് ഫോർജ് ലിമിറ്റഡ്. 52 വീക്ക് ഹൈ 1804. ഭാരത് ഫോർജ് കല്യാണി പവർ ട്രെയിൻ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 105 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. കല്യാണി പവർ ട്രെയിൻ ലിമിറ്റഡിൻ്റെ 10 കോടി ഇക്വിറ്റി ഷെയറുകളാണ് ഭാരത് ഫോർജ് എന്ന കമ്പനി അക്വയർ ചെയ്തത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഭാരത് ഫോർജിൻ്റെ പ്രോഫിറ്റ് 18%, റവന്യൂ 6% ഉയർന്നിരുന്നു. 175 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 214 കോടിയും റവന്യൂ 3877 കോടിയിൽ നിന്നും 4106 കോടിയിലേക്കും ഉയർന്നിരുന്നു. കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 5192 കോടി രൂപയുടെ ഓർഡറാണ് ഭാരത് ഫോർജ് എന്ന കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ ഭാരത് ഫോർജ് എന്ന കമ്പനി ഓട്ടോമോട്ടീവ്, റെയിൽ, റോഡ്, ഡിഫൻസ്, കൺസ്ട്രക്ഷൻ, മൈനിങ്, എയറോസ്പേസ്, മറൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫോർജിങ്സും അതർ കമ്പോണൻറ്റും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഭാരത് ഫോർജിന് അനലിസ്റ്റുകൾ 1860 രൂപ മുതൽ 1980 രൂപ വരെയുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 1500 രൂപയ്ക്കടുത്ത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോക്കിന് 1500-ൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുകയും 1500-ൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 1880, 1950 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്ന ലെവലായ 1500-നടുത്ത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അനലിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഇന്ന് ഭാരത് ഇലക്ട്രോണിക്സ് 306 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2.24 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.83, ഡിവിഡൻഡ് ഈൽഡ് 0.72%, 52 വീക്ക് ഹൈ 340, 52 വീക്കിലോ 127. ഭാരത് ഇലക്ട്രോണിക്സിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 695 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. കോമ്പാക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ക്രൂഷ്യൽ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിനും വേണ്ടിയാണ് കമ്പനിക്ക് 695 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് ലഭിച്ചത്. ഇതുവഴി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ ഓർഡർ ബുക്ക് 5920 കോടിയായി ഉയരുകയും ചെയ്തു.
ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിരുന്നു. കൂടാതെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 130% 3 വർഷം കൊണ്ട് 425% റിട്ടേൺ നൽകി. ഭാരത് ഇലക്ട്രോണിക്സിന് അനലിസ്റ്റുകൾ 355 മുതൽ 380 വരെയുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. RSI 40 മുകളിലാണ്. ഇതൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ മൂവിംഗ് ആവറേജ് സ്റ്റോക്ക് 100 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 355 മുതൽ 380 രൂപ വരെ സ്റ്റോക്ക് ഉയർന്നേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 280 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 280 രൂപയിൽ നിന്നും ഉയർന്ന് 306 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ ഒന്നും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 340, 355, 380 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായ 280 താഴെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്